ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മുടെ അഭിച്ചേന്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. ഇന്ന് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പൊ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് എന്തായാലും തല്ലുള്ളിയുടെ വക എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ അത് ഭാഗമായിട്ട് നമ്മളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ചേട്ടാ പറഞ്ഞാല് സാധാരണ ഇവിടെ നാളാണ് ആഘോഷിക്കാറ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡേറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങള് വേഗം ഇത്തിരി ഒരുക്കത്തിലാണ്. ഞങ്ങളൊപ്പം നിങ്ങളിത് കണ്ടോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പയ്യൻ. പയ്യന്റെ ബർത്ത്ഡേ. ഓക്കെ, 6-ാം തീയതി 6/2/2000. ഇതൊക്കെ ഓരോ കോഡ്സ് ആണ്. ആൾക്ക് മനസ്സിൽ വരുമ്പോ ഓരോന്നും ചെയ്യുന്ന കോഡ്സ് ആണ്. അപ്പോ നമുക്കിനി ബർത്ത്ഡേ ബോയ്ക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. തൊട്ട അടുത്ത ഒരു കടയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പൊ ശരി, ഇനി നമുക്ക് പോവാം. ആദ്യം നോക്കണം. നമ്മൾ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വണ്ടി എടുത്ത് പോകണം. ഓക്കെ, പോയിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ സാധനം നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചു സാധനം. ഫ്രണ്ട് ഡോറ് നമ്മളെ ലോക്കഡാണ്, കാരണം അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളഞ്ഞു പോകണം. നമുക്ക് വളഞ്ഞു പോകാം. അവന് അവിടെ ടി വി കാണാം. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ടി വി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവന് കാണാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ കൂടെ പോകുന്നത്. കാരണം ഇത് സർപ്രൈസ് പാർട്ടിയാണ്. അവനവിടെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അവൻ ടി വി ആണ്. അപ്പോൾ നമ്മളെ രണ്ട് പിള്ളേരെ വെച്ചിട്ട് അവനെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാണ്. നമ്മളപ്പോൾ ബാക്കിക്കോടെ പോവാം. അപ്പൊ ഗൈസ്, ഞങ്ങള് സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നമ്മള് ഫോൺ സ്റ്റാൻഡിൽ കുത്തി വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരുക്കാം, അറേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഉണ്ട് പിന്നെ കേക്ക്, പിന്നെ മിഠായോള്, പിന്നെ ഗാലക്സി, പിന്നെ സ്വീറ്റ്സ്, അവനിഷ്ടമുള്ള സ്വീറ്റ്സ്, പിന്നെ നമ്മുടെ ക്യാൻഡിൽ. സാധനം വേണ്ടെങ്കിൽ ഇത് ഒരുക്കി വെക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവനെ അറിയിപ്പിക്കാണ്ട് ചെയ്യണം. അതിന് അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് സെറ്റ് ആക്കും വേണം. പിന്നെ കളിക്കാൻ വിളിച്ചിട്ട് വേണം അവനെ കൊണ്ട് ഇത് മുടിപ്പിക്കാൻ. അപ്പൊ അടുത്തതായി നമുക്ക് ഇനി അവനെ കളിപ്പിക്കാൻ വിളിക്കാം. ഇതൊക്കെ അതിന് മുമ്പ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലേറ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ. നമുക്ക് ക്യാൻഡിൽ കത്തിക്കണം. അവൻ്റെ ഫേവറേറ്റ് നമ്പർ 2 ആണ്. അപ്പൊ നമുക്ക് 2 കത്തിക്കാം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞുതരാം.
ബാക്കിൽ കുത്താം, എന്നിട്ട് കുത്തണം. ലൈറ്റ് കത്തിക്കും. ഒന്ന്, രണ്ട്. 2 മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സ്വീറ്റ്സ് വെക്കാം. അടുത്തായി നമുക്ക് അവന് വിളിക്കണം. അതാണ് നെക്സ്റ്റ് നമ്മുടെ ടാസ്ക്. അവന് അറിയാൻ പാടില്ല തീരെ. കാരണം അവനൊരു ഗെയിമിന്റെ രീതിയിൽ മാത്രമേ ചെക്കനെ കൊണ്ടുവരാൻ പാടുള്ളൂ. നമുക്കിനി അപ്പൊ ഏകദേശം വേസ്റ്റ് ഒക്കെ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറഞ്ഞ് വിളിക്കാം. പോയി വിളിച്ചിട്ട് വരും. ഓക്കെ, കണ്ണ് ഇട്ട് വിളിക്കാം. നമുക്ക് ഗെയിം കളിക്കാം. സമയായി, വാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വാ. ഇതാണ് മറ്റേ കണ്ണെട്ടിട്ടുള്ള സാധന. മരിയക്ക് വാ ഇങ്ങട്. ഉച്ചയ്ക്ക് വേറെ കളിക്കാം. വാ. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ണിട്ട് സാധനം എന്താന്ന് തൊട്ട് നോക്കി പറയാ. ബ്ലൈൻഡ് ടെസ്റ്റ്. വാ. കേട്ടെ. ആ വന്നോ. സ്റ്റാൻഡ് ഉണ്ട് കേട്ടാ. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മതി. ഇതൊക്കെ തൊട്ടിട്ട് എന്തുട്ടാന്ന് പറയണം. എന്തത്? ശരിയാ. ക്രിസ്മസിന് ഇനി ഇതെന്താ പറയണം? മിൽക്കി ബാർ അല്ല. ചെലപ്പോ കിട്ടും. അതെ, ഡയറി മിൽക്ക്. ഓക്കെ, ഒരു സാധനം കൂടി. ഇതെന്താ? കഴിക്കാൻ പറ്റുന്നതാണോ? കഴിക്കാം. ശരിയാ. ഓക്കെ, ഇന്നത്തെ എല്ലാ ടാസ്കിലും ജയിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അത് തൊട്ടിട്ട് എന്താന്ന് പറയണം. തൊടാൻ പാടില്ലേ, മണത്താ മതി. ഓക്കെ, പതുക്കെ മണക്കുക. തീയൊക്കെ വെച്ചുള്ള ഒരു സാധനാട്ടാ. അതൊരു സാധനം കരിയുണ്ട്. തൊപ്പി പോയി. എന്തായിരിക്കും എന്നാലും. അപ്പൊ ഒരെണ്ണത്തില് തോറ്റ്. എന്തായാലും നോക്കാം. കണ്ണൂർ നോക്കാം. വെച്ചോ. കണ്ണു തുറക്കരുത്. കണ്ണു തുറന്നു. ഹാപ്പി ബർത്ത്ഡേ.
ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ് നമ്മുടെ ചേട്ടൻ. അപ്പൊ സർപ്രൈസ് കൊടുത്തായിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട സർപ്രൈസ്? ഓക്കെ, ഇടയ്ക്ക് ചീറ്റി പോകുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു കേട്ടാ. അപ്പൊ എന്തായാലും അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് തുടങ്ങാം. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ചേട്ടൻ, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പാടാ. ഓക്കെ, നമ്മള് ഊതിയിട്ട് മെഴുകുതിരി മര്യാദക്ക് കിടത്തില്ലല്ലോ. മെഴുകുതിരി ഒരിക്കലും കേടില്ല. കാരണം അടുത്ത വർഷം വരെ മെഴുകുതിരി കത്ത് നിക്കണ്ടേ. പിന്നെ കേക്കൊന്നും ആരും മേത്തൊന്നും തേക്കാൻ പാടില്ല അതുപോലെ. കാരണം കേക്കൊക്കെ നമ്മൾ പൈസ എടുത്ത് വാങ്ങിക്കുന്നതാണ്. പിന്നെ മുഖത്ത് കുരു വരും ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി ഇവന്റെ അഭിപ്രായങ്ങളും ഇതൊക്കെ ഇവൻ പറയും. ബർത്ത്ഡേ എങ്ങനെ സർപ്രൈസ് ഇഷ്ടായോ? എങ്ങനെ ബർത്ത്ഡേ ഇട്ട് എന്താണ് പുതിയ റെസൊല്യൂഷൻ, ബർത്ത്ഡേ റെസൊല്യൂഷൻ വല്ലതും ഉണ്ടാ? ഇപ്പൊ കുറെ നാളായിട്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. കുറയ്ക്കണം കഴിക്കുന്നുണ്ട്. എല്ലാം ഫുഡ് മൊത്തം വീട്ടിൽ നിന്ന് മാത്രം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, ആഗ്രഹിക്കാം. എന്നാലും ഒരു തീരുമാനം പറഞ്ഞ, ഞാൻ ഇക്കൊല്ലം തൊട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു എന്താണ് ഉറച്ച തീരുമാനം ആയിരിക്കണം കേട്ടോ. അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുള്ളേ ഒരിക്കലും കേടാത്ത സാധനങ്ങളാണ് തോണ്ടിയെടുക്കാം. അപ്പൊ ഇന്നത്തെ ഈ ബർത്ത്ഡേ സർപ്രൈസിങ് വ്ലോഗ് നിങ്ങൾക്കും ചേട്ടനും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ വരയ്ക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.